കാട്ടാക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനോട് 2 പതിറ്റാണ്ട് കാലത്തെ ആത്മബന്ധമെന്നത് ജീവിത കാലഘട്ടത്തിലെ വലിയൊരു ഭാഗത്തിന്റെ അടയാളപ്പെടുത്തലാണ്. കോളേജ് സമയം തുടങ്ങുന്നതിന് എത്രയോ നേരത്തെ തന്നെ തൻ്റെ സീറ്റിലേക്കെത്തും. ഇരുട്ട് വീണിട്ടേ മടക്കമുള്ളൂ. അങ്ങനെ സമയം നോക്കാതെ ഈ കലാലയത്തിൽ ജീവിച്ച് നയിച്ച ഒരാൾ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട്. കഴിവുകളെ അഭിനന്ദിക്കാൻ ഒട്ടും മടിയില്ല. നേട്ടങ്ങളിൽ പ്രശംസിക്കാൻ മറക്കാറുമില്ല. തെറ്റുകളിൽ ശാസിക്കും, എന്നാൽ തിരുത്തലുകൾക്ക് വഴികാട്ടിത്തരും. കലാപരിപാടികൾ നടക്കുമ്പോൾ സമാധാനമായി കസാരയിലിരുന്ന് അത് മുഴുവൻ ആസ്വദിക്കുന്ന ഫ്രാൻസിസ് അച്ഛനെ ഞങ്ങൾ കണ്ടിട്ടേയില്ല. തൊടുന്നതെല്ലാം വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള ഒരു മഹാപ്രതിഭ. ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ ആവഹിച്ചുകൊണ്ട് അത് തന്റെ പ്രവൃത്തിയിലൂടെ സംജാതമാക്കി ഓരോ വ്യക്തിയുടെയും ആ വ്യക്തിയിൽ എന്താണോ അന്തരീനമായിരിക്കുന്നത് അത് കണ്ടെത്തി സ്ഫുടം ചെയ്ത് അതിൽ നന്മ വരുത്തുന്ന ദൈവത്തിന്റെ മാന്ത്രിക സ്പർശമുള്ള വൈദികനാണ് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ. ഡ്രാമയിൽ യൂണിവേഴ്സിറ്റി ഡ്രാമയിൽ ഞാൻ പങ്കുചേരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഫ്രാൻസിസ് അച്ഛനാണ്. കാരണം അദ്ദേഹം എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അപ്പം ഞാൻ മാക്സിമം അതിൽ നിന്ന് ഒഴിവാകാൻ നോക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് നന്നായിട്ട് ഉപയോഗിക്കുക എന്നെല്ലാം പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അതുപോലെ വർഷാദ്യമാണേലും അച്ഛൻ വന്ന് ബ്ലെസ്സിങ് ചെയ്യും എല്ലാ വർഷവും ആദ്യം. അത് ഞങ്ങൾക്ക് അച്ഛനില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ഫ്രാൻസിസ് അച്ഛൻ എനിക്ക് എൻ്റെ വീട്ടിലെ സ്വന്തം ഒരാളെ പോലെയാണ്. കാരണം എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങളിലും മക്കളുടെ കാര്യങ്ങളെല്ലാം അച്ഛനോട് ഓടി വന്ന് പറയാനും അച്ഛൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ഒരു വിശുദ്ധ കുർബാന അതിനുവേണ്ടി പ്രത്യേകമായി അർപ്പിക്കാനും അച്ഛൻ എപ്പോഴും തയ്യാറാണ്. ഫ്രാൻസിസ് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം വെച്ചാൽ ഈ കോളേജിൽ വരുന്ന ഓരോ സ്റ്റുഡൻസിനും എന്തൊക്കെ ടാലന്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന തന്നെ അച്ഛൻ്റെ ഒരു ബാക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ അച്ഛനെ എൻകറേജ് ചെയ്ത് വിടുന്നതുകൊണ്ട് തന്നെയാണ്. എന്നൊരു വിദ്യാർത്ഥികളെ എങ്ങനെ നോക്കി കാണണമെന്നും ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെ കുറിച്ചും വ്യക്തമായൊരു കാര്യങ്ങളും വ്യക്തമായൊരു ഇൻഫർമേഷനും അച്ഛന് എല്ലാരെ കുറിച്ചും ഉണ്ട്. ഞങ്ങൾ ബർത്ത്ഡേക്ക് പോലും എവിടെ ഇരിക്കുകയാണെങ്കിലും അവിടെ നിന്ന് വിളിച്ച് വിഷ് ചെയ്യുന്ന ഒരു അച്ഛനാണ് ഫ്രാൻസിസ് അച്ഛൻ. കോളേജ് യൂണിയന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നും തെറ്റുകൾ തിരുത്തി തന്നും ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നും ഞങ്ങൾക്ക് കൂടുതൽ ധൈര്യം തന്നിട്ടൊരാളാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തരുവാണെങ്കിലും നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ഏറ്റവും എൻജോയ് ചെയ്ത് ഫുൾ ടൈം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അച്ഛൻ തരാറുണ്ടായിരുന്നു. സീറോയിൽ നിന്ന് ഇന്ന് എനിക്ക് PhD എടുക്കാനും നെറ്റ് ക്ലിയർ ചെയ്യാനും ജേർണലിസം ഒരു ടീച്ചറായിട്ട് മാറാനും പറ്റിയത് അച്ഛൻ്റെ ഒരു ഗൈഡൻസ് കൊണ്ട് മാത്രമാണ്. അച്ഛൻ നമ്മുടെ പേഴ്സണലി നമ്മളെ കണ്ട് നമ്മുടെ ടാലൻസ് മനസ്സിലാക്കി എല്ലാ പ്രോഗ്രാമിനും അച്ഛൻ തന്നെ മുൻകൈ എടുത്തിട്ട് നമ്മളെ തള്ളിവിടാറുണ്ട്. അപ്പോൾ ഈ 3 വർഷമായിട്ട് അച്ഛൻ്റെ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്നതിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രൗഡാണ്. അച്ഛൻ ശരിക്കും ഒരു എൻസൈക്ലോപീഡിയ. എൻ്റെ ഗുരുവാണ്, മെന്ററാണ്, ഫ്രണ്ടാണ്. മൈ ഗൈഡ് ആൻഡ് മൈ മെന്റർ. അച്ഛൻ വൈബാണ്. നമ്മുടെ അച്ഛൻ പൊളിയാ. ഒത്തിരി ബഹുമാനിക്കാനും സ്നേഹിക്കാനും തോന്നുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. അച്ഛൻ ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്. അച്ഛനൊരു കപ്പിത്താനാണ്. അച്ഛനെ പോലെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഫ്രാൻസിസ് കിടിലല്ലേ? അച്ഛൻ കോളേജിന് പൾസായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ സ്വത്താണ്. അച്ഛൻ കിടുവാണ്. എൻ്റെ ചങ്കാണ്. ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ട്, മാന്ത്രികൻ. പ്രിയപ്പെട്ട ഫ്രാൻസിസ് അച്ഛ, അങ്ങയോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. സ്നേഹമായിരുന്നതിന്, സന്തോഷമായി തുടരുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്. വി വിൽ മിസ് യു. വി വിൽ റിയലി മിസ് യു.